നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ലോക വൃക്ക ദിനമാണ്. എല്ലാവർക്കും ആരോഗ്യമുള്ള വൃക്കകൾ എന്നതാണ് ഈ വർഷത്തെ വൃക്കദിന പ്രമേയം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സാമൂഹ്യ പാഠത്തിൽ സംസാരിക്കുന്നത് വൃക്കകളെ ബാധിക്കാനിടയുള്ള രോഗങ്ങളും അതിൻ്റെ ചികിത്സയുമാണ്. ഇതേക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം ഇന്ന് എത്തിയിരിക്കുന്ന അതിഥി ഡോക്ടർ പ്രവീൺ മുരളീധരനാണ്. അദ്ദേഹം സീനിയർ കൺസൾട്ടൻറ്റും നെഫ്രോളജിസ്റ്റുമാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്തേ. പ്രേക്ഷകർക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, നമുക്കറിയാം ഈ ഒരു വൃക്ക ദിനം എന്ന് പറയുമ്പോൾ തന്നെ വൃക്കകളെ ബാധിക്കാനിടയുള്ള ഒട്ടേറെ രോഗങ്ങളുണ്ട്. മാത്രമല്ല ഈ രോഗങ്ങളൊക്കെ തന്നെ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്, അല്ലേ? തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് തന്നെ കണക്കിലെടുക്കേണ്ട ഒരു രോഗം കൂടിയാണ് വൃക്കരോഗം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ വൃക്കകളെ ബാധിക്കാനിടയുള്ള പൊതുവെയുള്ള സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം നമുക്ക് രണ്ട് രീതിയിൽ വേർതിരിക്കാം. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ മിക്കവാറും നമുക്ക് ഇപ്പം വലിയ മുതിർന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഏറ്റവും അധികമായിട്ട് വരുന്നത്. ഇപ്പം ഡയബറ്റീസ് നമുക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് അറിയാം. അധിക രക്തസമ്മർദ്ദം ഒരു കാരണമാണ്. 50% രോഗങ്ങൾ ആക്ച്വലി ഇത് രണ്ടും നമ്മൾ അധിക രക്തസമ്മർദ്ദവും പ്രമേഹമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. പിന്നെ വരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രനാളിയും കിഡ്നിയിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫെക്ഷൻസ്. പിന്നെ വരുന്ന കിഡ്നി സ്റ്റോൺസ്. അത് കിഡ്നി സ്റ്റോൺസ് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് പോലും വളരെയധികം വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലുള്ള രോഗങ്ങളാണ്. ഇപ്പോൾ ജനറ്റികമായിട്ടുള്ള രോഗങ്ങളാണ്, ജനറ്റിക് ഡിസീസസ്. നമുക്ക് പാരമ്പര്യമായിട്ട് പലപ്പോഴും വരുന്ന രോഗങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് അഡൾട്ട് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും, ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്നും പറയും നമ്മൾ. പിന്നെ വരുന്നത് നമുക്ക് നെഫ്രോട്ടിക് സിൻഡ്രോം. പലപ്പോഴും നമുക്ക് പരിചയക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ഒക്കെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള രോഗമാണ്. മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള രോഗമാണ് നെഫ്രോട്ടിക് സിൻഡ്രോം. അത് വളരെ അധികം കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പ്രായമാണോ അതനുസരിച്ചിട്ട് നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറി വരും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രായത്തിനനുസരിച്ച് രോഗത്തിൻ്റെ തീവ്രതയും അല്ലെങ്കിൽ രോഗത്തിൻ്റെ സാധ്യതയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിപ്പം ബ്ലഡ് ഷുഗർ ഹൈ ആണ്, ഇപ്പോൾ നമുക്ക് ഷുഗർ പ്രമേഹം വളരെ വർഷങ്ങളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും. പ്രത്യേകിച്ച് നമുക്കിപ്പം പ്രമേഹം എടുക്കുകയാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കും. അപ്പം നമ്മൾ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ പോലും, ഇപ്പം സൗമ്യ പറഞ്ഞ പോലെ നേരത്തെ നമുക്കിപ്പം പലപ്പോഴും പരിശോധിക്കത്തില്ല. അപ്പോൾ പരിശോധിച്ചാൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും വൃക്കകൾക്കുള്ളത്. അപ്പം മൂത്രത്തിൽ കൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലഡിലെ ക്രിയാറ്റിനിൻ എന്ന് പറയും. അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവിൽ വേരിയേഷൻ വരികയൊക്കെ ചെയ്യുന്നത് പലപ്പോഴും ഒരു 5 വർഷം പ്രമേഹം തുടങ്ങി 5 വർഷം കഴിയുമ്പോഴും പലപ്പോഴും അത് നേരത്തെ ഉണ്ടാവാം. അപ്പം നമ്മൾ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം അത് പരിശോധനകൾ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ഈ ആരോഗ്യമുള്ള ഒരാളാണെങ്കിൽ പോലും ഇടയ്ക്ക് ഈ വൃക്കരോഗമുണ്ടോ അല്ലെങ്കിൽ കിഡ്നി ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ? തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയില്ലേ, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള റിലേറ്റീവ്സിന് ആർക്കെങ്കിലും നേരത്തെ നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു രോഗനിർണ്ണയം ചെയ്യാൻ വേണ്ടി പരിശോധന ചെയ്യണം. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്കിപ്പം റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം കിഡ്നി സ്റ്റോൺ ഡിസീസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നു, നമുക്ക് മൂത്രത്തിൽ കൂടെ ഇപ്പം പത പോലെ പോകുന്നു, നമുക്ക് പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പത പോലെ പോകുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും രക്തത്തിൻ്റെ അംശം നമ്മൾ കാണുന്നു മൂത്രമൊഴിക്കുമ്പോൾ എന്നുള്ള കാര്യങ്ങൾ, കാലിൽ നീര് വരിക, ശ്വാസം മുട്ട് അനുഭവപ്പെടുക, ഇങ്ങനത്തെ സംഗതികളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ചിലർക്ക് ഒന്നും ഈ ഒരു പറഞ്ഞ ലക്ഷണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പ്രമേഹമോ അധിക രക്തസമ്മർദ്ദമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തീർച്ചയായിട്ടും പരിശോധനകൾ ചെയ്യേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടറുണ്ട്, സംസാരിച്ചോളൂ. നമസ്കാരം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്തേ, പറയൂ. ഡോക്ടർ, ഞാൻ മുംബൈ നിന്നാണ്. അപ്പൊ എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനായിരുന്നു. അപ്പൊ ഈ വൃക്ക രോഗങ്ങളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തില് വൃക്കരോഗം വന്നു കഴിയുമ്പോൾ വൃക്കരോഗങ്ങളുടെ സ്റ്റാർട്ടിങ് വന്നു കഴിയുമ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഷോ ചെയ്യുന്നത്? പനി, ചുമ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഷോ ചെയ്യുന്നുണ്ടോ? അത് BP ഷുഗറുള്ള ആൾക്കാർക്ക് വൃക്കരോഗങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ? ഇത് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? ഇത് വരാതിരിക്കാനുള്ള, ഇത് എല്ലാത്ത ആൾക്കാർക്ക് വരാതിരിക്കാനൊക്കെ എന്തൊക്കെ പ്രിസ്ക്രിപ്ഷൻസ് ആണ് എടുക്കേണ്ടത്? ആഹാരക്രമം, വൃക്കരോഗം വരാതിരിക്കാനുള്ള ആഹാരക്രമത്തിൽ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത്? എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ?
ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ നെഫ്രോളജിയായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഉത്തരം പറയാം. അതായത് നമ്മൾ ലക്ഷണങ്ങളെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കാലിന് നീര് ഉണ്ടാകുക, അല്ലാന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ രക്തത്തിൻ്റെ അംശം നമുക്ക് കളറിൽ വ്യത്യാസം വരിക, അല്ലെങ്കിൽ മൂത്രത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പത പോലെ നമ്മൾ കാണുന്നു, അത് സ്ഥിരമായിട്ട് നമ്മൾ പത പോലെ കാണുന്നു. പ്രത്യേകിച്ചും പ്രമേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂറിനിൽ പ്രോട്ടീൻ എന്ന് പറയും, അതിൻ്റെ അംശം നമുക്ക് യൂറിനിൽ കൂടെ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അത് ശ്വാസം മുട്ട്, പ്രത്യേകിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒരു മൂർധന്യ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ പലപ്പോഴും ശ്വാസം മുട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു 5 വർഷം പ്രമേഹമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറേ നാളായിട്ട് നമ്മൾ പ്രഷറിൻ്റെ, അതായത് അധിക രക്തസമ്മർദ്ദത്തിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ സമീപിച്ച് ഇതുമായിട്ട് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൃക്കകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നോക്കേണ്ടതാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഇത് വരാതിരിക്കാം എന്നുള്ളൊരു വളരെ നല്ല ചോദ്യമാണ്. കാരണം അതാണല്ലോ നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത്. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്ത് റിസ്ക് ഫാക്ടേഴ്സ്, നമുക്കിപ്പം ഞാൻ പറഞ്ഞത് അധിക രക്തസമ്മർദ്ദവും ബ്ലഡ് ഷുഗർ, അതായത് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുന്നത് ഒഴിവാക്കണം. നമുക്ക് ഷുഗർ വരുന്നത് പലപ്പോഴും ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷേ നല്ല രീതിയിൽ നമുക്ക് പ്രമേഹം നിയന്ത്രിക്കുകയും അധിക രക്തസമ്മർദ്ദം നമ്മൾ നിയന്ത്രിക്കുകയും പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ആൾക്കാർ മെഡിക്കൽ സ്റ്റോറിൽ പോയി നേരിട്ട് പോയി ഒരു വേദന, മുട്ടിന് വേദന വന്നു, നടുവേദന വന്നു, നേരിട്ട് പോയി മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. വേദന സംഹാരികൾ കഴിക്കുന്ന ഒരു വളരെ നല്ലൊരു കാരണമാണ്, ഒരു വലിയ കാരണമാണ് നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ. അപ്പോൾ ആ തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ അത് നിസ്സാരമായിട്ട് എടുക്കാറുണ്ട്. അതും ഒരു സംഗതിയാണ്. അതായത് നമ്മൾ നിസ്സാരമായിട്ട് ഒരു കാര്യം എടുക്കരുത്. നമുക്ക് ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ ഫാമിലി ഡോക്ടറായിട്ട് സംസാരിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കിഡ്നി സംബന്ധമായിട്ടുള്ള ഡോക്ടേഴ്സിനെ നമുക്ക് സമീപിക്കാം, ഒരു ഫിസിഷ്യനെ സമീപിക്കാം. എന്ത് തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് പരിശോധനകൾ വേണം ഈ രോഗം കണ്ടുപിടിക്കാനായിട്ടുള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിൻ്റെ ചികിത്സ ചെയ്യേണ്ടതാണ്. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. മറ്റു ചോദ്യങ്ങൾ നമ്മൾ പതുക്കെ ഇതിലേക്ക് ചർച്ചയിലേക്ക് വരുന്നതാണ്, അത് കേൾക്കുക. ഓക്കെ ഡോക്ടർ, ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പല പ്രായക്കാരിലും ഈ വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പരിശോധനകൾ നടത്തുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പരിശോധനയാണ്, എന്തെല്ലാം പരിശോധനകളാണ് നടത്തേണ്ടത്? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ക്രിയാറ്റിനിൻ എന്ന് പറയും. നമ്മൾ രക്തം പരിശോധിച്ചാണ് ആൾക്കാർ മെജോറിറ്റിയും നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും പല രീതിയിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിൾ വഴിയോ ഒക്കെ കണ്ടുപിടിച്ചായിരിക്കും അവർ തന്നെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ക്രിയാറ്റിനിൻ തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ടത് തന്നെയാണ്. യൂറിയ അല്ലെങ്കിൽ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ടെസ്റ്റാണ്. പക്ഷേ പലപ്പോഴും ക്രിയാറ്റിനിൻ നോർമലായിരിക്കും. നമുക്ക് മൂത്രത്തിലുള്ള കുഴപ്പം കാരണമായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അളവുണ്ടോ, രക്തം മൂത്രത്തിൽ കൂടെ പോകുന്നുണ്ടോ, പഴുപ്പിൻ്റെ അളവുണ്ടോ, നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ വരുന്ന നമുക്ക് പഴുപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ടാകും. ആ ഇൻഫെക്ഷൻസ് നമുക്ക് യൂറിൻ ടെസ്റ്റ് വഴി മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ 2 പരിശോധന, രക്തം പരിശോധിച്ചു, നമ്മൾ മൂത്രം പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് എന്തെങ്കിലും കുഴപ്പം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. സ്കാൻ എന്ന് പറയുന്നത് സാധാരണ തോതിൽ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനാണ് ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത് വലിയ റേഡിയേഷൻ പ്രോബ്ലം ഇല്ല, വലിയ വിലപിടിപ്പുള്ള ഒരു പരിശോധന അല്ല. അത് നമുക്ക് സ്ക്രീനിങ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിൽ പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ CT സ്കാൻ ചെയ്യണം. പക്ഷേ CT സ്കാൻ ചെയ്യുന്നതിൽ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടായിരിക്കും അത് കോൺട്രാസ്റ്റ് CT എടുക്കുന്നത്. അത് കിഡ്നിയെ ബാധിക്കാം. അപ്പോൾ നമ്മൾ കിഡ്നി പ്രശ്നമുള്ള ആൾക്കാർ നമ്മൾ CT സ്കാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് CT ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അത് റേഡിയേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. CT സ്കാൻ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മളത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ, ആരാണ്? ദീന, ഡൽഹിയിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ. എനിക്ക് കുറച്ച് വർഷങ്ങളോടുണ്ട് ഈ വൃക്കയുടെ സൈഡിൽ നിന്നുണ്ടല്ലോ നടുവിന്റെ വേദന ഉണ്ടായിരുന്നേ. പക്ഷെ അൾട്രാസൗണ്ട് എടുപ്പിച്ചു, എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴുണ്ടല്ലോ കാലിന്റെ കണ്ണിന്റെ മുകളിൽ പോലെ നീര് വന്നേ, നരമ്പിനൊരു വേദനയും നീരും ആ ലെഫ്റ്റ് സൈഡിന്റെ കാലയിൽ കണ്ണു മുതൽ മേളി വരെ നീരുണ്ട്. പിന്നെ ഈ വൃക്കയുടെ സൈഡിൽ ഒരു വേദനയുണ്ട്, പെയിനുണ്ട്. ശരി, നമ്മൾ വേറെ സ്കാൻ എത്ര നാളായി ബിനു എടുത്തിട്ട്? സ്കാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാറ്റി ലിവർ ആണ്. ഓക്കെ. അന്നേരം അത് ചെയ്തപ്പോൾ ഞാൻ 2-3 മാസം മുന്നേ അൾട്രാസൗണ്ട് എടുപ്പിച്ചായിരുന്നു. ഓക്കെ, അൾട്രാസൗണ്ട് നോർമലായിട്ടാണ് കണ്ടത് അല്ലേ? വൃക്കകൾ നോർമലായിട്ടാണ് നമ്മൾ കണ്ടത്? നോർമലാ കണ്ടത്. ഓക്കെ, നമ്മൾ രക്തം പരിശോധിച്ചായിരുന്നോ? ബ്ലഡ് ഒക്കെ LFT ഒക്കെ ചെക്ക് ചെയ്തായിരുന്നു. ഓക്കെ,
നമുക്ക് അന്നേരം ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള ടെസ്റ്റ് നടത്തിയിരുന്നോ? എന്തോ? ക്രിയാറ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റോ അല്ലെങ്കിൽ യൂറിൻ്റെ പരിശോധന നടത്തിയിരുന്നോ? ഇല്ല, യൂറിന്റെ ടെസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്ക് എന്തായാലും ഈ നട്ടലിൻ്റെ ഇരുവശത്തുമാണ് വൃക്കൾ ഇരിക്കുന്നത്. അപ്പം ആ ഭാഗത്ത് നമുക്ക് വേദന വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പരിശോധന ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് നേരത്തെ പ്രമേഹമോ അധിക രക്തസമ്മർദ്ദമോ വല്ലതും ഉണ്ടോ? ഷുഗർ, പ്രഷർ? ഒന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഒരു യൂറിൻ പരിശോധന ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. നരമ്പിന് വേദനയെ പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. അപ്പം പലപ്പോഴും ഈ വേദന വരുന്നത് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നം ആവണം എന്നില്ല. ഇപ്പം ഒരു ഡിസ്കിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം കാരണം ഇതേ രീതിയിൽ നമുക്ക് വേദന ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിഡ്നിയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൂത്രത്തിൻ്റെ ഒരു പരിശോധന ചെയ്യുക. എന്നിട്ട് അത് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പൈൻ നട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന ഡോക്ടറെ, ഇപ്പോൾ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ, എല്ലിൻ്റെ സ്പൈൻ ഡോക്ടർ ആയിരിക്കും സാധാരണ ഇത് പരിശോധിക്കുന്നത്. ആ ഡോക്ടറെയും കൂടെ കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചു വന്നത് പലപ്പോഴും നമ്മൾ പൊതുവേ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ വേദന സംഹാരികളോ ഒക്കെ ഇതുപോലെ ദീർഘനാൾ കഴിക്കുന്നവർക്ക് ദോഷകരമായിട്ട് ബാധിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലിപ്പോൾ പൊതുവേ കാണുന്നതാണ് സപ്ലിമെൻറ്റ്സ്, ഏതെങ്കിലും തരത്തിലുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരെല്ലാം ധാരാളമായിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് വൃക്കയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, പലർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. പരിശോധിച്ച് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി ലെവൽ ലോ ആണെന്ന് കാണുകയും നമ്മൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാറുണ്ട്. അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, വൈറ്റമിൻ ഡി എക്സസ് ആയിട്ട് വളരെ അധികമായി കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺസ്, വൃക്ക സംബന്ധമായിട്ടുള്ള കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തത്, നമുക്ക് രക്തത്തിൽ നമുക്ക് കാൽഷ്യം എന്ന് പറയും, കാൽഷ്യത്തിൻ്റെ അളവ് ചിലപ്പം ഹൈ അല്ലെങ്കിൽ ഹൈ നോർമൽ റേഞ്ചിലായിരിക്കും. അവർ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലെ രക്തത്തിലെ കാൽഷ്യം അളവ് കൂടുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പം കാൽഷ്യം ഒരു പരിധി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൃദയത്തെ ബാധിക്കാം, കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കാം, ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യം, അതായത് വൈറ്റമിൻ ഡി നമ്മൾ എക്സസ് ആയിട്ട് കഴിക്കുന്നത് ഒഴിവാക്കണം. അതിന് കാരണമുണ്ടോ, ബ്ലഡിലെ കാൽഷ്യം ലെവൽ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെയാണ് വൈറ്റമിൻ സിയും. ഇപ്പോൾ വൈറ്റമിൻ സിയും പലരും പല ആവശ്യത്തിനും, ഇപ്പം സിട്രസ് ഫ്രൂട്ട്സ്, നമുക്ക് ഓറഞ്ചോ മുസംബി അങ്ങനത്തെ സാധനങ്ങളിലും കിട്ടും. അല്ലാതെ വൈറ്റമിൻ സി മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. വൈറ്റമിൻ സിക്ക് ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് കാരണം നമുക്ക് ദോഷമുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം തന്നെ അല്ലേ ഒരു അളവിൽ കൂടുതൽ ആവാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം. ഇപ്പം പ്രത്യേകിച്ചും പല മരുന്നുകളും ഡോക്ടർ ഒരു ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്കായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പലരും അത് വർഷങ്ങളോളം, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കഴിച്ച് കാണാറുണ്ട്. വീണ്ടും വാങ്ങി ഉപയോഗിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടത്. എന്ത് ആവശ്യത്തിനാണ് നമ്മൾ ആ മരുന്ന് തന്നേക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് തുടർന്ന് കഴിക്കേണ്ട മെഡിസിൻ ആണോ അതോ അത് ഒരു 2 ആഴ്ച കഴിഞ്ഞ് അതൊരു കോഴ്സായിട്ട് തന്നതാണോ എന്നുള്ളത് മനസ്സിലാക്കി അത് നിർത്തേണ്ട മരുന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിർത്തുക തന്നെ വേണം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും കുട്ടികളിലുമൊക്കെ ഇത് വന്നിട്ട് വീണ്ടും വരുന്നത്, സ്ത്രീകളിലുമൊക്കെ തുടർച്ചയായിട്ട് വരുന്നത് കാണാറുണ്ട്. ഇതെല്ലാം കിഡ്നിയെ ബാധിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എപ്പോഴാണ് കിഡ്നിയിലേക്ക് ഈ ഒരു രോഗം ബാധിക്കാനുള്ള സാധ്യത? അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ വരുന്നത് മൂത്രസഞ്ചിയെ അല്ലെങ്കിൽ താഴത്തെ മൂത്രനാളികളെ ബാധിക്കുന്ന, ഇപ്പം നമ്മൾ സിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ യൂറിത്രൈറ്റിസ് എന്ന് പറയുന്ന രീതിയിലാണ് ഒരു 90-95% വരുന്നത്. വൃക്കകളിലേക്ക് മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ പ്രശ്നം വരുന്നത് സാധാരണ തോതിൽ നമുക്ക് കാണുന്നത് പ്രമേഹമുള്ളവർക്ക്, നമുക്ക് അൺകൺട്രോൾഡ് ആയിട്ട് പ്രമേഹമുള്ളവർക്ക്, നമുക്ക് നിയന്ത്രണമില്ലാതെ ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് അത് മുകളിലോട്ട് വൃക്കകളിലേക്ക് ബാധിക്കുകയും അത് കാരണം നമുക്ക് ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും പഴുപ്പ് കെട്ടി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം ഏത് റിസ്ക് ഫാക്ടർ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഡയബറ്റീസ് ആണ്, പ്രമേഹം തന്നെയാണ് അതിന് മേജറായിട്ടുള്ള റിസ്ക് ഫാക്ടർ. രണ്ടാമത്തത്, നമുക്ക് മൂത്രത്തിൽ കല്ലുണ്ടെങ്കിൽ നമ്മൾ മൂത്രത്തിൽ പഴുപ്പുണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പോൾ അത് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പം തുടർച്ചയായിട്ട് നമ്മളിപ്പം യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളിൽ കോമൺ ആണ്, സാധാരണയായിട്ട് കണ്ടുവരും. പുരുഷന്മാരിൽ പ്രത്യേകിച്ച് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ തുടർച്ചയായിട്ട് വരികയോ അല്ലെങ്കിൽ സ്ത്രീകളിൽ പലപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്കാൻ ചെയ്ത് നോക്കണം. യൂറിൻ കൾച്ചർ ചെയ്ത് ആ സ്പെസിഫിക് ആയിട്ട് എന്ത് മരുന്നാണ് അതിന് ഫലപ്രദമാവുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മരുന്നുകൾ കഴിക്കാൻ. പലപ്പോഴും എന്താ സംഭവിക്കുക, നമ്മൾ ഒരു ആൻറ്റിബയോട്ടിക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കും. പക്ഷേ ആ ബാക്ടീരിയ അല്ലെങ്കിൽ ആ ഒരു അണുബാധ നമുക്ക് മാറാൻ തക്കവണ്ണമുള്ളൊരു മരുന്നായിരിക്കത്തില്ല അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് പോയി മരുന്ന് വാങ്ങിച്ച് കഴിക്കാൻ പാടില്ല. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, സംസാരിച്ചോളൂ. ആരാണ്? ഞാൻ കോട്ടയത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ചോദിച്ചോളൂ.
കേൾക്കുന്നുണ്ട്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നത്. എൻ്റെ പേര് വർഗീസ് എന്നാണ്. ഓക്കെ. എനിക്ക് കാലിൽ ചെറുതായിട്ട് നീര് വന്നു. കാലിൽ നീര് വന്നുകൊണ്ട് ഞാൻ നെഫ്രോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതിത്തന്നു. ലാബ് ടെസ്റ്റിൽ എനിക്ക് 1.40 ഉണ്ട് ക്രിയാറ്റിൻ. ഓക്കെ ഓക്കെ. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ്, ഒരു 10-12 വർഷമായിട്ട്. ഓക്കെ ഓക്കെ. എനിക്ക് സ്റ്റോണിന്റെ അസുഖം ഉണ്ടായിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പൊ അതിന് പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ ഇപ്പം സ്കാൻ ചെയ്യാൻ വേണ്ടി എഴുതി തന്നിരിക്കുകയാണ്. ഓക്കെ. വർഗീസ്, നമുക്ക് നേരത്തെ പ്രമേഹം ഉള്ളതുകൊണ്ട് നമുക്കൊരു സംശയം ചോദിക്കാൻ സംശയം എന്താണെന്ന് ചോദിച്ചാലേ, വെള്ളം ഒരു സംശയമുണ്ട് ചോദിക്കാൻ തന്നെ. വെള്ളം വളരെ കുറച്ച് കുടിക്കാമെന്ന് പറഞ്ഞ ഒരു 1.5 ലിറ്റർ കൂടുതൽ കുടിക്കരുത്. അതെ, നമ്മള് അതെ അതെ പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാല് അല്ല, അത് എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് സ്റ്റോണിന്റെ ഒക്കെ ഉള്ളതുകൊണ്ട് വെള്ളം നല്ലപോലെ കുടിക്കായിരുന്നു. നമുക്ക് വർഗീസ് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. കാരണം വെച്ചാൽ നമുക്ക് വൃക്കകളുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നോർമൽ അല്ല. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നോർമൽ 1.1 അല്ലെങ്കിൽ 1.2 വരെയാണ് സാധാരണ വരേണ്ടത്. നമുക്കിപ്പോൾ 1.4 ഉള്ളതുകൊണ്ട് വൃക്കകളുടെ പ്രവർത്തനം കുറച്ച് കുറവാണ്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പ്രശ്നമില്ലെങ്കിലും നമുക്ക് ഒത്തിരിയധികം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നീര് കൂടാനും ശ്വാസം മുട്ട് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ആ രീതിയിൽ നിർദ്ദേശിച്ചത്. അപ്പം തീർച്ചയായിട്ടും ഡോക്ടറിൻ്റെ നിർദ്ദേശം നമ്മൾ പാലിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ 1.5 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചായയും കാപ്പിയും വെള്ളമായിട്ടുള്ള സംഗതികളെല്ലാം ഉൾപ്പെടെയാണ് ആ ഒരു 1.5 ലിറ്റർ കേട്ടോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് പാലിക്കുക. നമ്മൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞത് സ്കാൻ ചെയ്തിട്ട് ഡോക്ടറെ ആ റിപ്പോർട്ട് കാണിക്കണം കേട്ടോ. നമുക്കിപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്, നോക്കാം. ഹലോ 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 നമസ്കാരം, സാമൂഹ്യ പാഠമാണ്, പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, എനിക്ക് ഏജ് 35 ഉള്ളൂ. അപ്പോൾ എനിക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലിസൈഡ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അതിൽ ആ ഗുളിക കഴിച്ച് കിഡ്നിക്ക് പ്രോബ്ലം വരുന്നില്ല. പക്ഷെ ആ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഗുളിക കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കിഡ്നിക്ക് പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ടാവും? നമ്മളെ മരുന്നിൻ്റെ പേര് ഒന്നുകൂടെ പറയാമോ? ക്ലിപ്പിസൈഡാണ്. ഗ്ലൈമി. അത് വലിയ പ്രോബ്ലം ഉള്ള മരുന്നല്ലല്ലോ. നമുക്കിപ്പം വൃക്ക സംബന്ധമായിട്ടുള്ള രോഗം വളരെ മൂർധന്യാവസ്ഥയിൽ എത്തുകയാണെങ്കിൽ മാത്രമേ ആ മരുന്ന് നമ്മൾ നിർത്തേണ്ട ആവശ്യമുള്ളൂ. പലപ്പോഴും ബ്ലഡ് ഷുഗർ ലോ ആവാൻ സാധ്യതയുള്ളൂ. പക്ഷേ നമുക്ക് അത് നല്ല മരുന്നാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മരുന്നാണ്. ഇല്ല, ആ മരുന്ന് കൊണ്ട് കിഡ്നിക്ക് പ്രോബ്ലം വരാൻ സാധ്യതയില്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്ന വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് വൃക്കയിലെ കല്ലുകളെന്ന് പറയുന്നത്. ഒത്തിരി പേരിൽ ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട്. മാത്രമല്ല അതൊരു വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥയിൽ എത്തുമ്പോഴായിരിക്കും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കല്ലുകൾ രൂപപ്പെടുന്നത്, എങ്ങനെയാണ് അത് നേരത്തെ തന്നെ കണ്ടെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളൊരു ജീവിതശൈലിയാണ് ഒരു കാരണം നമുക്ക് വൃക്കകളിൽ അല്ലെങ്കിൽ മൂത്രനാളിയിലോ മൂത്രസഞ്ചിയിലോ കല്ല് ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുന്നത്. പലപ്പോഴും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്റ്റോൺസ് ഉണ്ട്. ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺസും നമ്മൾ കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ഭക്ഷണക്രമം, ഇപ്പോൾ ഒത്തിരിയധികം ഹൈ പ്രോട്ടീൻ ഡയറ്റ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഫാസ്റ്റ് ഫുഡും അതുപോലത്തെ കൾച്ചർ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു തരത്തിലുള്ള ഡയറ്റ് കഴിക്കുന്നവർ, വെരി ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്നവർക്ക്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുറച്ച് കുടിക്കുക. പിന്നെ ചില തരത്തിലുള്ള അണുബാധകളുണ്ട്, അത് കാരണം നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള കല്ലുകളുണ്ടാവാം. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലർക്ക് പാരമ്പര്യമായിട്ട് ഉള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. ജനിതകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ നമുക്ക് കിഡ്നി സ്റ്റോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ബ്ലഡിലെ യൂറിക് ആസിഡിൻ്റെ പരിശോധന നോക്കുന്നത് നല്ലതാണ്. നമുക്ക് അതുപോലെ തന്നെ രക്തത്തിലെ കാൽഷ്യം അളവ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമുക്ക് വേദന വരുന്നു. ഇപ്പം നേരത്തെ ഒരാൾ ചോദിച്ചതുപോലെ നമുക്കിപ്പോൾ നട്ടലിൻ്റെ ഇരുവശത്തും വേദന വരുന്നു, അല്ലെങ്കിൽ നട്ടലിൻ്റെ വേദന തോന്നുന്ന രീതിയിലുള്ള വേദനകൾ വരുന്നു. അതെല്ലാം ചിലപ്പം കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണമാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ രക്തം പരിശോധിച്ചാലോ മൂത്രം പരിശോധിച്ചാലോ ഒന്നും നമുക്ക് കിഡ്നി സ്റ്റോൺ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സ്കാൻ ചെയ്യേണ്ടത് തന്നെ വരും. അപ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കാണുക, കണ്ട് ഡോക്ടറും കൂടെ നമുക്ക് പറയുകയാണ് നമുക്ക് സ്കാൻ ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
ഹലോ നമസ്കാരം, സാമൂഹ്യ പാഠമാണ്. പറഞ്ഞോളൂ, ആരാണ്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ. ആ ഹലോ, ഇത് ചങ്ങനാശ്ശേരിയിലാണേ. ഓക്കെ. ആ, ഹലോ. എന്താണ് അറിയേണ്ടത്? ചങ്ങനാശ്ശേരിയിലാണ്. ഓക്കെ, ആ, കേൾക്കുന്നുണ്ട്. എനിക്കൊരു 9 വർഷമായിട്ട് ഷുഗറിന്റെ 9 വർഷമായിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാമോ? ആ ആ ഓക്കെ, ആ, ഇനി ചോദിച്ചോളൂ. ശരി. അതിപ്പം ഈ കിഡ്നിയുടെ സംബന്ധിച്ചല്ലേ ഡോക്ടർ സംസാരിക്കുന്നത്. അപ്പൊ അതിനെ കൂടെ ഒരു സംശയമുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ വിളിച്ചത്. ഓക്കെ, ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? ഈ 9 വർഷമായിട്ട് എനിക്ക് ഷുഗർ ഉള്ളതാണ് കേട്ടോ. ആ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പം ഈയിടെ ആയിട്ട് ഒരു ഷുഗർ ഇച്ചിരി കൈയായിരുന്നു, ഫാസ്റ്റിങ്ങില് 148 ഓക്കെ. അപ്പം ഈയിടെ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ഒരു പത പോലെ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് അതൊരു സംശയമായിട്ട് കിഡ്നിയുടെ ഒരു ചെറിയൊരു പരിശോധന നോക്കിയിട്ട് അതിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. ഈ പത എന്താ വരുന്നതെന്നുള്ളതൊരു സംശയം, അതിനെപ്പറ്റി ഒന്ന് അറിയാനാണ് വിളിച്ചത്. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ 9 വർഷമായിട്ട് നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കണം. അത് മൂത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്താൽ യൂറിനിലെ ഈ പ്രോട്ടീൻ എന്ന് പറയും. നമ്മൾ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഒരു ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. യൂറിനിലെ പ്രോട്ടീൻ പത വരുന്നത് പലപ്പോഴും പ്രോട്ടീൻ യൂറിനിൽ പോകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. നമ്മളത് പ്രോട്ടീൻ പോകുന്നത് ഒരു കുഴപ്പമല്ല, അത് ഏർലി സ്റ്റേജ് ആയിരിക്കും. നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വെച്ചുകൊണ്ടിരിക്കരുത്, പരിശോധിച്ച് നോക്കണം കേട്ടോ. ക്രിയാറ്റിനും ചിലപ്പോൾ നോർമലായിട്ട് തന്നെ നിൽക്കും. പക്ഷേ യൂറിൻ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വൃക്ക ചെറിയ തോതിൽ ബാധിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ അത് ഏർലി സ്റ്റേജ്, വളരെ നേരത്തെ തന്നെ അത് നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് പരിശോധിച്ച് നോക്കണം. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വൃക്കയിലെ കല്ലുകൾക്ക് അതിന് സർജറി കൂടാതെ തന്നെ നമുക്ക് ചികിത്സ ലഭ്യമാണോ, അതോ സർജറിയാണോ അതിനൊരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്? അത് ഡിപ്പെൻസ്. നമുക്കിപ്പോൾ ഏത് രീതിയിലുള്ള കല്ലാണ്, നമുക്ക് എവിടെയാണ് ആ കല്ല് ഇരിക്കുന്നത്, ആ കല്ലിൻ്റെ സൈസ് എന്താണ് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളെ ചികിത്സ തീരുമാനിക്കുന്നത്. അപ്പം പലപ്പോഴും എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കിഡ്നിയിലുള്ള കല്ല് താഴോട്ടിറങ്ങി മൂത്രനാളിയിൽ നമുക്ക് ട്യൂബിൽ വന്ന് യൂറിറ്ററിൽ വന്ന് ബ്ലോക്ക് ആയിരിക്കുമ്പോഴാണ് പലപ്പോഴും വേദന വരികയും നമുക്ക് വളരെ തീവ്രമായിട്ടുള്ള വേദനയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ തെറാപ്പി മരുന്നുകളുണ്ട് ആദ്യം ശ്രമിച്ച് നോക്കും. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് യൂറിൻ വഴി അത് കല്ല് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റെൻറ്റിംഗ് എന്ന് പറയും, യൂറിട്രിക് സ്റ്റെൻറ്റിംഗ് എന്നുള്ള ചികിത്സയിലോട്ട് പോകേണ്ടി വരും. പലപ്പോഴും നമുക്ക് 2 വൃക്കകളിലും കല്ല് കാണുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡിലുള്ള ഒരു കുഴപ്പം കാരണമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ബ്ലഡിലുള്ള യൂറിക് ആസിഡ്, ബ്ലഡിലെ കാൽഷ്യം അളവ് അതൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിയിൽ സ്റ്റോൺസ് വരും. അത് ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ പറ്റും. പിന്നെ ചില സാഹചര്യങ്ങളിൽ വലിയ കല്ലുകളായിരിക്കും നമുക്ക് വൃക്കകളിൽ ഉണ്ടാവുക. ഇപ്പോൾ ഒരു 15 മില്ലിമീറ്ററിൽ കൂടുതലൊക്കെ ഉള്ള കല്ലുകൾ പലപ്പോഴും കിഡ്നിയിൽ തന്നെ ഇരിക്കുക, അത് താഴോട്ട് ഇറങ്ങി വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്, അതും പലതരത്തിലുണ്ട് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അത് ഒരു യൂറോളജിസ്റ്റിനെ നമ്മൾ സമീപിച്ച് അവർ പറയുന്ന അനുസരിച്ചുള്ള ചികിത്സ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ കല്ലുകൾ നീക്കം ചെയ്തതിന് ശേഷവും വീണ്ടും കല്ല് രൂപപ്പെടാനുള്ള സാധ്യത അത് എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലഡിലുള്ള രക്തത്തിലുള്ള ഒരു കുഴപ്പം കാരണമാണ് നമുക്ക് കല്ലുണ്ടായെന്നുണ്ടെങ്കിൽ ആ ഒരു കുഴപ്പം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെയും കല്ലുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് യൂറിക് ആസിഡ് ഇപ്പം ഹൈ ആണ്, നമ്മൾ ആദ്യം ഒന്ന് യൂറിക് ആസിഡ് ചികിത്സിച്ച് നോർമലായി, അതിനുശേഷം നമ്മൾ ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നില്ല, അത് നമുക്ക് അളവിനനുസരിച്ച് വെള്ളം കുടിക്കുന്നില്ല, യൂറിക് ആസിഡിൻ്റെ അളവ് പിന്നെയും കൂടുകയാണെങ്കിൽ പിന്നെയും സ്റ്റോണുകൾ ഉണ്ടാവാനുള്ള, കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരു ചികിത്സ കൊണ്ട് മാത്രം തീരുന്നില്ല കല്ലിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്. നമ്മളൊരു ജീവിതശൈലിയിലുള്ള വ്യത്യാസവും ഭക്ഷണത്തിലുള്ള വ്യത്യാസവും ആ കാര്യങ്ങളും കൂടെ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വെള്ളം കുടിക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ വൃക്കയിലെ കല്ലുകൾ വരാതിരിക്കാനായിട്ട് എത്ര അളവിൽ, പ്രായത്തിനനുസരിച്ച് എത്ര അളവിൽ വെള്ളം ഒരു ദിവസം കുടിക്കേണ്ടതുണ്ട്? അതും ഈ പറഞ്ഞ പോലെയാണ്. നമുക്ക് ഇന്ന അളവിൽ എല്ലാവരും ഇത്രയും വെള്ളം കുടിച്ചോണം എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. നമ്മളങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, നമ്മൾ എല്ലാ ദിവസവും 3 ലിറ്റർ വെള്ളം കുടിക്കണം. നമ്മുടെ തന്നെ ശരീരത്തിൽ ഒരു സിസ്റ്റം ഉണ്ട്, മനസ്സിലായില്ലേ? ദാഹത്തിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു തേഴ്സ്റ്റ് മെക്കാനിസം ഉണ്ട്. ഇപ്പോൾ ചൂടുള്ള അന്തരീക്ഷമാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടി വരും. ചിലപ്പോൾ 2.5 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം വേണ്ടി വരും.
അല്ല നമ്മൾ തണുപ്പുള്ള കാലാവസ്ഥ മഴ സീസൺ ആണെങ്കിൽ പലപ്പോഴും വെള്ളം കുറച്ച് മതി. അപ്പോൾ നമ്മുടെ ഒരു ദാഹത്തിനനുസരിച്ച് നമ്മൾ കുടിക്കേണ്ടതാണ്. പിന്നെ ചില റിസ്ക് ഫാക്ടേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ കല്ല് നേരത്തെ ഉണ്ടായ ആൾക്കാർ, അപ്പോൾ നമുക്ക് അവർക്ക് റിസ്ക് കൂടുതലാണ്. ഇപ്പോൾ യൂറിൻ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് കല്ലുണ്ടാകാനുള്ള സാധ്യത കൂടും. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, ഇപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് നേരത്തെ വന്നിട്ടുണ്ട്, പ്രമേഹമുണ്ട്, അത് അത്ര നിയന്ത്രണത്തിലല്ല, അവർക്ക് പഴുപ്പുണ്ടാകാനുള്ള സാധ്യത പിന്നെയും കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ തീർച്ചയായിട്ടും ഒരു 2-3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ഒരു അളവിന് വെള്ളം കുടിച്ചോണം എന്നില്ല. ഒരു റീസണബിൾ ലെവൽ ഓഫ് ഹൈഡ്രേഷൻ നമ്മൾ പറയും. നമുക്ക് ദാഹത്തിനനുസരിച്ച് തീർച്ചയായിട്ടും കുടിക്കേണ്ടതാണ്. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, സംസാരിച്ചോളൂ. ആരാണ്? ഓക്കെ ഓക്കെ. അപ്പൊ ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ കഴിഞ്ഞ വർഷം കൊണ്ട് ചിലട്ട് മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്നുണ്ട്, മൈക്രോ ആൽബുമിൻ നോക്കിയത്. അപ്പൊ അതിൽ 27 കാണുന്നുണ്ട്. ഈ ടെലിഗ്രാഫൻ മറ്റേ എത്രത്തോളം ഗുളിക അത് ഇങ്ങനെ വലിയ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റേ ഇതിന്റെ അസുഖമുണ്ടോ, അത് ഈ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെലിഗ്രാഫൻ നിങ്ങൾ ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഇത് മാറി കിട്ടുമോ, എന്താണ് ചെയ്യേണ്ടത്? എം ഡി ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എം ഡിയിൽ നിന്ന് ഒഴിവായി നെഫ്രോളജിസ്റ്റിനെ കാണിക്കേണ്ടതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അത്ര വ്യക്തമായില്ല, ഒന്നുകൂടെ 1-2 കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ കഴിക്കുന്ന മരുന്ന് ടെൽമിസാട്ടാൻ എന്നല്ലേ പറഞ്ഞത്? അതെ അതെ, ടാസ്ലോക്ക് ബീറ്റ. ഓക്കെ ഓക്കെ. അതിനകത്ത് ടെൽമിസാട്ടാൻ എന്ന് പറഞ്ഞ മരുന്നുണ്ട്. അതെ അതെ, കോൺകോർ. ഓക്കെ. അപ്പോൾ 27 കാണുന്നത് ഈ മൈക്രോ ആൽബുമിൻ നോക്കിയിട്ട്. ഓക്കെ. അത് നോക്കിയിട്ട് 4 മാസമായി. അപ്പോ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് എം ഡി ആണ്. എം ഡി ട്രീറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കമ്മിയാവോ ഈ മൈക്രോ ആൽബുമിൻ? ഈ മൈക്രോ ആൽബുമിൻ മനസ്സിലായി. നമുക്ക് മൈക്രോ ആൽബുമിൻ നോർമൽ എന്ന് പറയുന്നത് 30-ന് താഴെ വരെ നോർമലാണ്. നമുക്ക് 27 എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 27 നോർമലാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മൾ എല്ലാ 3 മാസമെങ്കിലും ഒന്നുകൂടെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ടെൽമിസാട്ടാൻ എന്ന് പറയുന്നത് നല്ല മരുന്നാണ്. പക്ഷേങ്കിൽ ടെൽമിസാട്ടാൻ കഴിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ബ്ലഡ് പ്രഷറിൻ്റെ അളവും നമ്മൾ പരിശോധിക്കണം. പിന്നെ ബ്ലഡിലെ പൊട്ടാസ്യവും ക്രിയാറ്റിനും ഈ 2 പരിശോധന നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും? ഇപ്പൊ അടുത്ത കാലത്ത് നോക്കിയിട്ടുണ്ട്. അടുത്ത കാലത്ത് നോക്കിയ സമയത്ത് അത് മറ്റേ നോർമലാണ്. ഓക്കെ. അപ്പം നോർമലാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പം 2-3 പരിശോധനകൾ നമ്മൾ കിഡ്നിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബ്ലഡിലെ ക്രിയാറ്റിൻ നോക്കി, പൊട്ടാസ്യം കുഴപ്പമില്ല, യൂറിനിലെ മൈക്രോ ആൽബുമിനും നോർമൽ ലെവലിലാണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ടെൽമിസാട്ടാൻ എന്ന് പറഞ്ഞ മരുന്ന് തുടർന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. അതിന് ഭയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ശരി. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വൃക്കരോഗത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് ഒരു ഡയാലിസിസ് ഒക്കെ വേണ്ടി വരുന്നത്? അതായത് നമുക്ക് 2 രീതിയിൽ ഡയാലിസിസ് വേണ്ടി വരാം. പലപ്പോഴും നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും. അതായത് നമുക്ക് താൽക്കാലികമായിട്ട് വരുന്ന വൃക്ക പരാജയമുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു എലിപ്പനി വന്നു, അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റിൽ ബ്ലഡ് പ്രഷർ കുറയോ അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അക്യൂട്ട് കിഡ്നി, താൽക്കാലികം സ്ഥായി അല്ലാത്ത കിഡ്നി പരാജയം ഉണ്ടാവാം, അതായത് വൃക്ക പരാജയം ഉണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷന് പലപ്പോഴും ICUയിൽ വെച്ചൊക്കെ ആയിരിക്കും നമുക്ക് ഡയാലിസിസ് തുടങ്ങുന്നത്. ആ ഡയാലിസിസ് പലപ്പോഴും 2 ആഴ്ച മുതൽ 6 ആഴ്ച കൊണ്ട് വൃക്കകൾ നോർമലായി പ്രവർത്തിക്കുകയും നമുക്ക് ഡയാലിസിസ് നിർത്താനും പറ്റും. രണ്ടാമത്തെ രീതിയിലുള്ള കിഡ്നിയുടെ പ്രശ്നമാണ് നമുക്ക് ഈ സ്ഥായിയായിട്ട് വരുന്ന കിഡ്നിയുടെ പരാജയം. അതായത് നമുക്ക് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമുക്ക് ഷുഗർ വർഷങ്ങളായിട്ട് അൺകൺട്രോളായിട്ടിരിക്കുകയും ക്രിയാറ്റിൻ ക്രമാതീതമായിട്ട് പതുക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാരണം ഉണ്ടാവാം. അപ്പം അതിന് ക്രിയാറ്റിനിൻ മാത്രം അല്ലെങ്കിൽ യൂറിയയുടെ അളവ് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ഡയാലിസിസ് തീരുമാനിക്കുന്നത്. പലപ്പോഴും നമുക്ക് ബാക്കി കാരണങ്ങളുണ്ട്. നമുക്ക് ബ്ലഡിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായിട്ട് വർദ്ധിക്കുക, നെഞ്ചിൽ നീർക്കെട്ട് വരിക, ശ്വാസം മുട്ട് വരിക, കഴിക്കാൻ നമുക്ക് വിശപ്പ് ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ വരിക, ഓക്കാനം, ഛർദിൽ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരിക, അങ്ങനത്തെ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ, തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ, ചിലപ്പോൾ യൂറിയ ലെവൽ ഒത്തിരി കൂടുക, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്നത്. ഒരു ആവറേജ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ക്രിയാറ്റിനിൻ്റെ അളവ് ഒരു 10-ന് മുകളിൽ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരിക. പക്ഷേ എന്നാൽ കൃത്യം 10 ആയി കഴിഞ്ഞാൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള അർത്ഥമില്ല അതിന് കിട്ടും. ആവശ്യത്തിനനുസരിച്ച് അതെ, നമ്മളതിൽ ഡോക്ടർ നെഫ്രോളജിസ്റ്റ് നോക്കിയിട്ട്
ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറയും. നമ്മൾ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് സാഹചര്യം, അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും നമുക്ക് ഡയാലിസിസ് പലപ്പോഴും നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് ആയാലും കുടുംബമായാലും അറിയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഡോക്ടർ, അതൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമുക്കിപ്പം ഡയാലിസിസ് തുടങ്ങാൻ ഇപ്പം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പം ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യണം. പലപ്പോഴും നമ്മൾ കാണാറ് ഇപ്പോൾ ആഴ്ചയിൽ 2 ഡയാലിസിസ് അല്ലെങ്കിൽ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യാൻ പറയുമ്പം പലപ്പോഴും ആൾക്കാർ ഒരു ഡയാലിസിസോ അല്ലെങ്കിൽ 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഡയാലിസിസോ ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യരുത്. അത് കാരണം നമുക്ക് ആ ഡയാലിസിസിൻ്റെ പ്രയോജനം കിട്ടത്തില്ല. ഒന്ന്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കേണ്ട മരുന്നുകളുണ്ടാവും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മരുന്നുകൾ നിർത്തി ബാക്കി ഡയാലിസിസ് മാത്രം കണ്ടിന്യൂ ചെയ്ത് കാണാറുണ്ട്. അങ്ങനെയും ചെയ്യാൻ പാടില്ല. കാരണം ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും വൃക്ക സംബന്ധമായിട്ടോ ഹൃദയ സംബന്ധമായിട്ടോ മരുന്നുകളുണ്ടാകും. ആ മരുന്നുകൾ തുടർന്ന് കഴിക്കേണ്ടതാണ്. പിന്നെ ഇതിനൊരു ഭക്ഷണക്രമമുണ്ട്, നമ്മൾ വെള്ളത്തിലുള്ള നിയന്ത്രണമുണ്ട്. ഈ 2 കാര്യങ്ങളും നമ്മളൊരു ഡയറ്റീഷ്യൻ ഉണ്ടാവും. പലപ്പോഴും ഒരു ഡയാലിസിസ് യൂണിറ്റിലെ ഡയറ്റീഷ്യൻ ഉണ്ടാവും. അവരൊരു അഡ്വൈസ് പറയും. അപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച വേറൊരു ആൾ വിളിച്ചല്ലോ, അദ്ദേഹം സൂചിപ്പിച്ച പോലെ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒത്തിരിയധികം നമുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നെഞ്ചിൽ വെള്ളക്കെട്ട് വരികയും ശ്വാസം മുട്ട് അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകനുണ്ട്, നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ. ആരാണ്? നമസ്കാരം മാഡം, എൻ്റെ പേര് അശ്വിനാണ്, ബാംഗ്ലൂരിൽ നിന്നാണ്. ഓക്കെ, എന്താണ് സംശയം? ഡോക്ടറിനോട് സംസാരിച്ചോളൂ. ഓക്കെ, നമസ്കാരം. ഹലോ, ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്. ഹലോ ഡോക്ടർ, ഈ വെള്ളം കുടിക്കുന്ന കുറിച്ച് സംശയം. ഈ 6 വർഷം കുടിക്കുന്ന സാധ്യതയുണ്ടോ? അവൈലബിൾ ആണ് 6 വാട്ടർ. നോർമൽ വാട്ടറും 6 വാട്ടറും കമ്പയർ ബെനിഫിറ്റ് അങ്ങനെ ഒരു ഒന്ന് പറയാം. മനസ്സിലായി. ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയാം, അത്ര വ്യക്തമായില്ലെങ്കിൽ. അതായത് RO വാട്ടർ കുടിക്കുന്നതുകൊണ്ട് കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദ്യം. അത് ഇല്ല. ഇഷ്യൂസ് വരാൻ സാധ്യത. ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമുക്ക് RO വാട്ടർ കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടത് പലപ്പോഴും മിനറൽ വാട്ടറും ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിനകത്ത് എസെൻഷ്യൽ മിനറൽസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പം അതുകൊണ്ടോ അല്ലെങ്കിൽ RO വാട്ടർ കുടിക്കുന്നത് കൊണ്ടോ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നമുണ്ടാകാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ, പക്ഷേ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനത്തെ കാര്യങ്ങൾ കുടിക്കുന്നത് കൊണ്ട് കിഡ്നിയെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടല്ലേ ഡോക്ടർ? അതെ. നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാർക്ക്, പ്രത്യേകിച്ചും പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം ഒരു പ്രവണത എന്ന് പറയുന്നത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, നമുക്ക് ഈ പറഞ്ഞ പോലെ അമിതമായിട്ട് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക, അതുപോലത്തെ ഷുഗർ കണ്ടൻറ്റ് ഒത്തിരിയധികം ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും നമ്മൾ. അവരുടെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ഭാഗമായിട്ട് കൊളസ്ട്രോൾ കൂടുക, നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് നമുക്ക് ഷുഗർ ഉണ്ടാകാനുള്ള ടെൻഡൻസി കൂടുക, നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുക, നമുക്ക് ഫാറ്റി ലിവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഫാറ്റി ലിവർ കാണാം. ഈ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത ഇതുപോലത്തെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയധികം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അവർക്കുള്ള ബുദ്ധിമുട്ട് ക്രമാതീതമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലിവർ സംബന്ധമായിട്ടുള്ള പ്രോബ്ലവും നമുക്ക് കൂടുതലാവാൻ സാധ്യതയുണ്ട്. ഓരോ പീരീഡ് ഓഫ് ടൈം കിഡ്നി സ്റ്റോൺസ് ഉണ്ടാവാം, നമുക്ക് പ്രമേഹം, അധിക രക്തസമ്മർദ്ദം കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് കിഡ്നി പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടും. ഓക്കെ ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഡയാലിസിസിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവേണ്ട ഒരു ഘട്ടം എത്താറുണ്ടല്ലോ. അത് എല്ലാവർക്കും അങ്ങനെ വരുന്നതുമില്ല. അപ്പോൾ ആർക്കാണ് ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരുന്നത്? ഓക്കെ, നമ്മൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ശരാശരി ഈ പറഞ്ഞ പോലെ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഡയാലിസിസ് തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കണം, ആഴ്ചയിൽ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ പെരിട്ടോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് വീട്ടിൽ വെച്ച് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ നമുക്ക് വേറൊരു പ്രതിവിധി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പം പലപ്പോഴും അത് കരുതാറില്ല ആൾക്കാർ, മനസ്സിലാക്കാറില്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത്. നമുക്ക് തിരിച്ച് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ചികിത്സയാണ് ട്രാൻസ്പ്ലാന്റേഷൻ. എന്നാൽ എല്ലാ രോഗികൾക്കും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല. കാരണം നമുക്ക് ഒരു ഫിറ്റ്നസ് വേണം. അതായത് അവർക്ക് ഹാർട്ടിൻ്റെ പ്രവർത്തനം, അതേപോലെ എൻഡ് സ്റ്റേജ് ഓർഗൻ ഫെയിലിയർ എന്ന് പറയും നമ്മൾ. അവർക്ക് കിഡ്നിയുടെ അസുഖം അല്ലാതെ ഇപ്പോൾ ഹൃദയത്തിൻ്റെ അസുഖം വളരെ മൂർധന്യാവസ്ഥയിലാണ്, അല്ലെങ്കിൽ കരളിൻ്റെ അസുഖം വളരെയധികം മൂർധന്യാവസ്ഥയിലാണ്, ക്യാൻസർ ഉണ്ട്, അതുപോലത്തെ പല കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയും. അങ്ങനത്തെ സംഗതികളുണ്ട്. അല്ലെങ്കിൽ പ്രായം വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അവർക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ച് നമുക്കതൊരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്.
ഓക്കെ. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനും, അതായത് ഇപ്പോൾ രോഗത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റേജ് എത്തുമ്പോഴെന്നുള്ളത് മാത്രമല്ല, ഇതൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായിട്ടാണോ ട്രാൻസ്പ്ലാന്റിനെ കരുതുന്നത് കിഡ്നിയുടെ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പം നോർമലായിട്ടുള്ള ഡയാലിസിസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നെങ്കിൽ ഡയാലിസിസ് നിർത്താൻ പറ്റും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാവർക്കും 100% ഒരു വിജയമാവണമെന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണെങ്കിലും നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും അതേ റേറ്റിൽ നമുക്ക് സക്സസ് കിട്ടുന്നുണ്ട്. ഒരു 90 മുതൽ 95% നമുക്ക് സക്സസ് റേറ്റ് ഉണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള സക്സസ് റേറ്റ് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രാൻസ്പ്ലാന്റ് ഒരു നല്ല ഒരു ചികിത്സ തന്നെയാണ്. കമ്പയർ ടു ഡയാലിസിസ് കണ്ടിന്യൂ ചെയ്താൽ നമുക്കൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യണം. പക്ഷേ അവിടെ നമുക്ക് ഈ കിഡ്നിയുടെ അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഡോക്ടർ. നമുക്കിപ്പോൾ മൃതസഞ്ജീവനി ഉണ്ട്. ആ മൃതസഞ്ജീവനി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിഡ്നി ലഭ്യമാകാനുള്ള സാധ്യതകളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് അത് ഏത് ഡയാലിസിസിൻ്റെ ഏത് സ്റ്റേജിൽ നമുക്കിതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും? അതിൻ്റെ ഒരു നിയമവശങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിപ്പോൾ 2 രീതിയിലാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. ഒന്ന്, നമ്മൾ ജീവനുള്ള ആൾക്ക് അദ്ദേഹത്തിന് ഇപ്പം കിഡ്നിയുടെ പരിശോധനയൊക്കെ ചെയ്ത് 2 കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്, അവർക്ക് ബാക്കിയുള്ള അവയവങ്ങൾക്ക് പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ ലിവിങ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. അത് പലപ്പോഴും ബന്ധുക്കളായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും, അല്ലെങ്കിൽ പരിചയക്കാരായിരിക്കും. ആ രീതിയിൽ ചെയ്യുന്നത് നമുക്ക് മൃതസഞ്ജീവനിയായിട്ട് ബന്ധമില്ല. മൃതസഞ്ജീവനി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ആൾക്കാരുടെ ബന്ധുക്കൾ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അവയവങ്ങളെടുത്ത് നമ്മൾ ഇത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി നോർമലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ് ആണ് ഈ മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ ചെയ്യുന്നത്. നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഏത് രോഗിക്കും നമുക്ക് ഫിറ്റ്നസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് ബാക്കി ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്പറേഷനുള്ള ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറയും. അത് സംഗതികളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന് കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിംഗ് എന്ന് പറയും. പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം കേസ് ഓട്ടോ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സർക്കാരിൻ്റെ ഉണ്ട്. അവർക്ക് വെബ്സൈറ്റ് ഉണ്ട്. കേസ് ഓട്ടോ എന്ന് തന്നെ നമ്മൾ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഹോസ്പിറ്റൽസ് ആണ് അത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ മാത്രമേ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നൊരു നിയമമുണ്ട്. ഡയാലിസിസ് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മൃതസഞ്ജീവനി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. ഡയാലിസിസിന് മുമ്പേ പലപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ, ക്രിയാറ്റിൻ ഇച്ചിരി കൂടി നമുക്കത് ട്രാൻസ്പ്ലാന്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. അതാണ് നിയമം. ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് ഡയാലിസിസ് തുടങ്ങി നമുക്ക് അവർക്ക് പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രി വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം ഇത് തുടരാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, സംസാരിച്ചോളൂ. ആരാണ്? ഞാൻ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നത്. വയനാട് തരുവണ സാറ്. നമസ്കാരം. ഓക്കെ, നമസ്കാരം. പറയൂ മാഡം. ചോദിച്ചോളൂ ഡോക്ടറിനോട്. എനിക്ക് വയറ് സ്തംഭിച്ച പോലെയായി. പിന്നെ നടുഭാഗത്തുനിന്ന് ഒരു വേദന വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോ MR സ്കാൻ എടുക്കാൻ പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ മാഡം. സ്കാൻ ചെയ്തോ? MR സ്കാൻ ചെയ്തു സാറേ. എന്നിട്ട് സ്കാൻ ചെയ്തപ്പോ കിഡ്നിയിൽ ഒരു കല്ലുണ്ട് എന്ന് പറഞ്ഞു. അത് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം അവർ 1 മാസം ട്യൂബ് തന്നു. ഓക്കെ, ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് പോയിട്ട് അവര് അത് എടുത്ത് തന്നു, പൊടിച്ചു തന്നതാ. ട്യൂബ് ഇട്ടിട്ട് പൊടിച്ചെടുത്തത്. അത് ശരി. ഓക്കെ. എന്നിട്ട് പിന്നെ ഞാൻ ഇപ്പൊ നോക്കുമ്പോ സാറേ, ട്യൂബ് ഇട്ട സൈഡിൽ ഒരു വേദന ഉണ്ട്. പിന്നെ മൂത്രത്തിൽ എന്തോ ഒരു വിഷമായിട്ട് ഞാൻ കാണിച്ചിട്ട് മൂത്രത്തിൽ പഴുപ്പുണ്ട് എന്ന് പറഞ്ഞു. മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ കുളിയ കഴിക്കുന്നുണ്ട്. അത് ശരി. ഓക്കെ. അപ്പൊ സാറ് ഇപ്പൊ നമ്മുടെ കപ്പത്താരത്തിണ്ടായിരുന്നു, ഇടക്കിടക്ക് വേദന വരുന്നുണ്ട്. പിന്നെ വയറിന്റെ വണ്ണം ഇതൊക്കെ കുറഞ്ഞിക്കാ. കല്ലെടുത്ത് ധാരാളം വെള്ളം കുടിക്കണം പറയുന്നുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ. എന്നിട്ടുണ്ട് വേദന മൂത്രനാളിൽ. ഓക്കെ. അപ്പം നമ്മൾ ചോദ്യം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം അല്ലേ? എന്താ സാറേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. അത് ശരി. അപ്പം നമുക്ക് എന്തായാലും ചികിത്സ ചെയ്തത് വളരെ നല്ലത് തന്നെയാണ്. നമുക്ക് കാരണം കിഡ്നിയിൽ കല്ലുണ്ടെങ്കിൽ അത് കാരണമുള്ള ബുദ്ധിമുട്ടും തടസ്സമൊക്കെ ഉണ്ടായി നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ നിർദ്ദേശിച്ചത് കേട്ടോ. നമ്മളൊരു സ്റ്റെൻഡിങ് ആണ് പ്രോസസ്സ് ചെയ്തത്. അതെ. അപ്പം അങ്ങനെ ആകുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ കിഡ്നിയിൽ താൽക്കാലികമായിട്ട് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാവാം കേട്ടോ. യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും, മൂത്രത്തിൽ പഴുപ്പാണെന്നും തോന്നുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ മരുന്ന് തന്നില്ലേ, ആൻറ്റിബയോട്ടിക് മരുന്നായിരിക്കും മൂത്രത്തിലെ പഴുപ്പിന് തന്നത്. അപ്പോൾ ആ മരുന്ന് കൃത്യമായിട്ട് നമ്മൾ കഴിക്കണം.
കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മൂത്രത്തിലെ പഴുപ്പ് മാറിയോ നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പൂർണ്ണമായിട്ട് വേദനയൊക്കെ മാറിക്കിട്ടും കേട്ടോ. ഹലോ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചാണ്. അപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ഈ മൃതസഞ്ജീവനിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വൃക്ക കിട്ടുന്നത് വരെയുള്ളൊരു നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വൃക്ക കിട്ടുന്നത് വരെയുള്ളൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ചികിത്സാ രീതി അത് എങ്ങനെ അത് ഫോളോ ചെയ്യേണ്ട ആ ഒരു രീതിയെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, ഇപ്പം നമുക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആയിരിക്കും, ഒരു രോഗിയായിരിക്കും നമുക്ക് മൃതസഞ്ജീവനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ചും കേരളത്തിലെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു വെയിറ്റിംഗ് ലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് പല ബ്ലഡ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും വർഷങ്ങളോളം നമുക്ക് ഈ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം നമുക്ക് ഈ മൃതസഞ്ജീവനി പദ്ധതിയിലൂടെ മസ്തിഷ്ക മരണം നടക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും രോഗികളുടെ ബന്ധുക്കൾ സമ്മതിക്കാറില്ല ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ. ആ ഒരു സന്ദേശം കൂടെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ അവയവങ്ങൾ നമ്മൾ നശിപ്പിച്ച് കളയാണ്, അല്ലെങ്കിൽ നമ്മൾ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ കുഴിച്ചിടുക ചെയ്യുകയാണ്. ആ അവയവങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദാനം ചെയ്ത് കഴിഞ്ഞാൽ 8 ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരാളുടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവർ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അപ്പം നമ്മുടെ നാട്ടിൽ ആ ഒരു പ്രശ്നം നമുക്ക് നിലനിൽക്കുന്നിടത്തോളം ഈ പറഞ്ഞ ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കും. ഡയാലിസിസ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് ചെയ്യുന്നവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അത് തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മസ്തിഷ്ക മരണം കൊണ്ട് നമുക്ക് ഡൊണേഷൻ നടത്തുന്ന ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന രീതി തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു അവയവങ്ങളുടെ ഒരു ദൗർലഭ്യം അത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈ ഒരു വൃക്ക ദിനത്തിൽ നമുക്ക് അങ്ങനെ ഒരു സന്ദേശം കൂടി, അതായത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മസ്തിഷ്ക മരണം സംഭവിക്കുന്ന ധാരാളം കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അതിൽ എത്ര പേർ വൃക്കകൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിക്കും ഇപ്പോഴും അല്ലേ, ഈ ഇത്രയും അധികം പേർ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മനസ്സ് വരേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ ജീവനുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ശരാശരി ഇപ്പോൾ ഒരു 4 മുതൽ 5 വർഷം വരെ നമുക്ക് കേരളത്തിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിലനിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് നിൽക്കുന്ന സമയത്ത് ആൾക്കാർ മരണപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ നടക്കുന്ന പല ആക്സിഡൻസും ഒക്കെ നമുക്ക് എന്തായാലും മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുണ്ടാവാം. ഇപ്പം ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും കുറച്ചൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്രോത്സാഹനം ചിലപ്പോൾ നമ്മൾ കാണാറില്ല. അപ്പം നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിലാണെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും നമുക്കിത് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ എന്ന് പറയും. അതായത് അതിനൊരു പരിശോധനയ്ക്കൊരു രീതിയുണ്ട്, ഒരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നമ്മൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ആ മസ്തിഷ്ക മരണം 2 വട്ടം നമ്മൾ ചെയ്യണം. 6 മണിക്കൂറിൻ്റെ ഇടവിട്ട് ഗ്യാപ്പിൽ നമ്മൾ ആപ്നിയ ടെസ്റ്റ് എന്ന് പറയും. ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ശരിക്കും ഇത് മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു, ഇത് ഒരിക്കലും ഇയാൾ തിരിച്ചു വരില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർഗൻ ഡൊണേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ റിലേറ്റീവ്സിനടുത്ത് ചോദിക്കുക, അടുത്ത ബന്ധുക്കളടുത്ത് ചോദിക്കുക. അപ്പോൾ ആ ഒരു സംഗതി, അതായത് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സ് പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗൻ ഡൊണേഷൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഈ ദുരന്തം എന്ന് തന്നെ പറയാം, അപ്പോൾ ആ ഒരു അവസ്ഥയിലിരിക്കുന്ന ആൾക്കാർക്ക് നമുക്കൊരു രക്ഷയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ വൃക്കദിനത്തിൽ ഈ ഒരു സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് അടുത്ത കോൾ വന്നിട്ടുണ്ട് നോക്കാം. ഹലോ ഹലോ. ഞാൻ പട്ടാമ്പി പള്ളിപ്പുറത്ത് കൃഷ്ണൻ പറഞ്ഞാണ്. ഓക്കെ, എന്താണ് സംശയം? ചോദിച്ചോളൂ. ഞാൻ ഈ കോട്ടുവാടിയുണ്ട്, അപ്പൊ അത് നമ്മൾ വൃക്ക സംബന്ധമായിട്ടാണോ നോക്കാൻ സാറിനോടൊന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. കോട്ടുവാടുന്ന കാര്യമാണോ ചോദിച്ചത്? ഹലോ, എന്താ ചോദിച്ചത്? ഒന്നുകൂടെ ചോദ്യം ചോദിക്കാമോ? ഞാൻ കോട്ടുവായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ അത് വൃക്കസംബന്ധമായ രോഗത്തിനെ കുറിച്ചിട്ടാണോ സംശയിക്കാൻ വേണ്ടി സാറിനോട് ചോദിക്കാൻ വേണ്ടിട്ട്. അല്ല വൃക്ക സംബന്ധമായിട്ടുള്ള രോഗത്തിന്റെ ലക്ഷണമല്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് ക്ഷീണമോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ കാരണമൊക്കെ ആയിരിക്കും നമ്മൾ അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പൊ അത് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗത്തിന്റെ ലക്ഷണമായിട്ട് എടുക്കണ്ട. അത് അതിന്റെ സംബന്ധമായിട്ടല്ലേ? അല്ല. ഓക്കെ, ശരി, വിളിച്ചതിന് നന്ദി. ഓക്കെ ഡോക്ടർ, ഈ വൃക്ക മാറ്റിവെക്കലിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? എത്ര നാൾക്കകം ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും?
നമ്മളൊരു വൃക്ക മാറ്റി വെച്ച് കഴിഞ്ഞാൽ സാധാരണ പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സാധാരണ ഓപ്പറേഷൻ കഴിയുന്ന പോലത്തെ ഒരു കാര്യം മാത്രമല്ല. നമ്മുടെ ശരീരം, അതായത് രോഗിയുടെ ശരീരം ആ വൃക്ക സ്വീകരിക്കുകയും വേണം. അപ്പം ശരീരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റിജക്ഷൻ എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടാവാം. അപ്പോൾ ശരീരം സ്വീകരിക്കാതിരിക്കാം, റിജക്റ്റ് ചെയ്യാം ഓർഗനെ. അപ്പം അതിന് നമ്മൾ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുന്ന മരുന്നുകൾ, ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അപ്പോൾ ആ മരുന്നുകൾ കഴിച്ച് നമുക്ക് നല്ല രീതിയിൽ കിഡ്നി പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഓൺ ടേബിൾ തന്നെ യൂറിൻ വന്നു തുടങ്ങും. പലപ്പോഴും നമുക്കൊരു 1-2 ആഴ്ച കൊണ്ട് രോഗിയെ നമുക്ക് വീട്ടിലേക്ക് വിടാൻ പറ്റും. പക്ഷേങ്കിൽ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് നമ്മൾ അണുബാധ വരാതെ നോക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, കുറച്ച് നാൾ നമ്മൾ നല്ല രീതിയിൽ വൃക്ക പ്രവർത്തിച്ച് കഴിയുമ്പോൾ രോഗികൾ 1-2 മരുന്നുകൾ അങ്ങ് ഒഴിവാക്കും, അല്ലെങ്കിൽ രാവിലത്തെ മരുന്ന് കഴിക്കത്തില്ല, ഉച്ചക്കലത്തെ കഴിക്കും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കാണാറുണ്ട്. അപ്പം റിജക്ഷൻ ഉണ്ടാവും. എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് റിജക്ഷൻ ഉണ്ടാവും മരുന്നുകൾ കഴിക്കാതിരുന്ന്. ആൻറ്റി റിജക്ഷൻ ഇമ്മ്യൂണോസപ്രസീവ് മെഡിസിൻസ് എന്ന് പറയുന്നത് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ കണ്ടിട്ടുണ്ട് 10-15 വർഷം കഴിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൃക്കകൾ പോലും റിജക്റ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുന്നത് വളരെയധികം അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന അത്രയും കാലയളവിൽ തന്നെ മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. കാലയളവ് ഇല്ലാന്ന് തന്നെ പറയാം. ഈ വൃക്ക പ്രവർത്തിക്കുന്ന ജീവിതകാലം മൊത്തം നമ്മൾ ഈ വൃക്ക പ്രവർത്തിക്കുന്നിടത്തോളം നമ്മൾ ഈ മരുന്നുകൾ കഴിച്ചേ മതിയാവുള്ളൂ. ശരി ഡോക്ടർ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠമാണ്, സംസാരിച്ചോളൂ. ആരാണ്? ഞാൻ അനന്തകുമാർ കോയമ്പത്തൂർ. ഓക്കെ, ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, പറയൂ സർ. ഞാൻ എനിക്ക് കഴിഞ്ഞോളം ചെക്ക് ചെയ്തപ്പോഴത് 1.2 ഉണ്ടായിരുന്നു ക്രിയാറ്റിന്. ഓക്കെ. EGFR 55 ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എനിക്ക് ഡോക്ടർ ഡയബറ്റീസ് 15 ഡയബറ്റീസ് ഉണ്ട്, കൺട്രോൾഡാണ്. അപ്പൊ നമ്മുടെ ഡോക്ടർ പറഞ്ഞ ഡയബറ്റീസ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഒരു നെഫ്രോളജിസ്റ്റിനെ ഇത് ചെയ്യാൻ പറഞ്ഞു, കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ. അങ്ങനെ ഞാൻ പോയി കൺസൾട്ട് ചെയ്ത് 3 മാസം മരുന്ന് കൊടുത്തിട്ട് അവര് ചെക്കപ്പ് ചെയ്തു. നമ്മൾ ചെക്കപ്പ് ചെയ്തതിനു ശേഷം അവർ പറഞ്ഞ് മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ 3 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും വീണ്ടും അതേപോലെ ഉണ്ട്. 1.4 മറ്റേത് 50 കുറഞ്ഞു. ഓക്കെ. അപ്പൊ അത് കാരണം ഇപ്പൊ ആ മരുന്ന് 2 മരുന്നായിട്ട് എഴുതി കൊടുത്തു. 2 മരുന്നായിട്ട് എഴുതി കൊടുത്തു. പക്ഷെ വൈകിട്ടും ഓരോ ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ആഹാരത്തിന്റെ ക്രമം എങ്ങനെ ചെയ്യണം എന്നുള്ളത് കൂടി പറയാൻ പറ്റുന്നില്ല. എന്റെ ഉപ്പ് കുറക്കാൻ പറഞ്ഞ് വെള്ളം 2 ലിറ്റർ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അധിക രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ, BP, ഹൈപ്പർ ടെൻഷൻ ഉള്ളതാണോ? അതൊന്നുമില്ല. ചെക്കപ്പ് ചെയ്തപ്പോ അതൊന്നുമില്ല. ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് ഇത്തവണ ചെയ്തപ്പോ ശരിയായെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. നമുക്ക് മൂത്രം പരിശോധിച്ചായിരുന്നോ ഡോക്ടർ? യൂറിൻ ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഹലോ, കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമുക്ക് ബാക്കി കാര്യങ്ങളല്ലേ അറിഞ്ഞാൽ മാത്രമേ. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, ഇപ്പം പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, പ്രമേഹം നിയന്ത്രണമില്ലാതെ കുറച്ച് വർഷം കഴിയുമ്പോൾ യൂറിനിലെ പ്രോട്ടീൻ്റെ അളവ് കൂടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വൃക്കകളുടെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ക്രിയാറ്റിൻ ആദ്യം നോക്കി 1.2 ആയിരുന്നു, അതിനുശേഷം നോക്കും 1.4 ആയി. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഡയറ്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. നമുക്ക് ഭക്ഷണക്രമം തീർച്ചയായിട്ടും വേണം. പലപ്പോഴും യൂറിനിൽ പ്രോട്ടീൻ വളരെയധികം പോകുന്നത് നമ്മുടെ പ്രോട്ടീൻ കണ്ടന്റ് ഭക്ഷണത്തിൽ വളരെ അധികമായിട്ടായിരിക്കും. അത് നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഒരു ശരീരഭാരം അനുസരിച്ചിട്ട് ആക്ച്വലി അതിനൊരു ക്വാണ്ടിഫിക്കേഷൻ ഉണ്ട്. 1 കിലോയ്ക്ക് 0.8 ഗ്രാം പ്രോട്ടീൻ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ആ പ്രോട്ടീൻ്റെ പറഞ്ഞപ്പോഴാണ് ഡോക്ടർ, നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു സന്ദേശം തന്നെ ആരോഗ്യമുള്ള വൃക്കകൾ എല്ലാവർക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വൃക്കകൾ ആരോഗ്യകരമാക്കി നിലനിർത്താം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാമൂഹ്യ പാഠം പൂർണ്ണമാക്കാനുള്ള സമയമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ ചുരുക്കിയൊന്ന് പറയാമോ ഡോക്ടർ? തീർച്ചയായിട്ടും. നമ്മൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ അസുഖങ്ങൾ, നമുക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ നമ്മൾ വരുത്താതിരിക്കുക. അപ്പോൾ നമുക്ക് ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഈ 2 കാര്യങ്ങളും കിഡ്നി സ്റ്റോൺസുമാണ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ
നിയന്ത്രിച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ല ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകണം. ഇപ്പോൾ പ്രമേഹം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുക, അധിക രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ ഇടയ്ക്ക് നോക്കി അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കഴിക്കുക, നമ്മുടെ ആഹാര രീതി നമ്മൾ നിയന്ത്രിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന സംഗതി. അപ്പം നമുക്ക് കൊഴുപ്പുള്ള ആഹാരം ഒത്തിരി അധികം ഉള്ള കൊഴുപ്പുള്ള ആഹാരം കഴിക്കാതിരിക്കുക, ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. നമുക്ക് ഒരു ചൂടായ അന്തരീക്ഷമുള്ള സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസൃതമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുടിക്കുക എന്നുള്ള കാര്യങ്ങൾ പൊതുവേ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ മരുന്നുകളുടെ കാര്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈറസംഹാരികളോ ആൻറ്റിബയോട്ടിക്സോ ചുമ്മാ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. എപ്പോഴും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അതിൻ്റെ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് വരാതിരിക്കുകയോ നോക്കാൻ പറ്റും. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഇന്നത്തെ സാമൂഹ്യ പാഠത്തിൻ്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നമ്മുടെ ഇന്നത്തെ വൃക്കദിന പ്രത്യേക പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് ഡോക്ടറിന് വളരെയധികം നന്ദി. ഇന്നത്തെ സാമൂഹ്യ പാഠം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.